സെയിം ക്വസ്റ്റ്യൻ കോളത്തിൻ്റെ ഷോർട്ട് ആക്സിയലി ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാനാണ്. ഇപ്പോൾ SP16 എന്ന് പറയുന്ന ഒരു ചാർട്ട് യൂസ് ചെയ്താണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ ദ റീഇൻഫോഴ്സ്മെൻറ്റ് in a column of size 400 mm into 600 mm subjected to an axial load of 2000 kN under service dead load and live load. The column has an unsupported length of 4 meter and effectively held in position and restrained against rotation in both ends. Use M25 concrete and Fe415 steel. ഗിവൺ ഡേറ്റ് എഴുതാം. ഞാൻ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെപ്പ് 1 സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റെപ്പ് 2ഉം സെയിം തന്നെയാണ്, അതിനും ഒരു ചേഞ്ചും ഇല്ല. സെയിം മുന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്ത അതേ പാറ്റേൺ ആണ്. നമുക്ക് ചേഞ്ച് വരുന്ന XP16 ചാർട്ട് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ള എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ട് എങ്കിൽ മാത്രം സ്റ്റെപ്പ് 3 വരുമ്പോൾ വ്യത്യാസം വരും. ഏരിയ ഓഫ് സ്റ്റീൽ അതിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ഒന്നും വച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. നമ്മൾ ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്ത് ചാർട്ട് ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം. ചാർട്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം PU/AG കാൽക്കുലേറ്റ് ചെയ്യുക. PU എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. 3000 ആണ്, കാരണം നമുക്ക് തന്നിരിക്കുന്നത് 2000 kN ആണ്. അതിന് 1.5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 3000 കിട്ടുന്നത്. രണ്ടാമത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏജ് എന്ന് പറയാൻ B ഉണ്ട്, D ഉണ്ട്. അപ്പോൾ B ഇൻറ്റു D കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 600 × 400. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് 3000/600 × 400. PU എന്ന് പറയുന്നത് 3000 kN ആണ്. ഇൻറ്റു 10⁻³ ആക്കുക, ഡിവൈഡഡ് ബൈ 600 × 400. നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 12.5 N/mm² എന്ന് കിട്ടും. ഇനി ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് ചാർട്ടിൽ നിന്ന് വേണം നമ്മൾ XP16 ചാർട്ടിൽ നിന്ന് വേണം നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ FCKയുടെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. അത് കോഡ് ബുക്കിൽ 25 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കി നമുക്കത് ചെയ്യാം. ഇതാണ് SP16 എന്ന് പറയുന്ന കോഡ് ബുക്ക്. കംപ്രഷൻ മെമ്പർ, ആ കംപ്രഷൻ മെമ്പറിൻ്റെ ഒരു 99 മുതലാണ് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്രഷൻ മെമ്പറിലുള്ള ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ചാർട്ട് നമ്പർ നോക്കുക. നമുക്ക് ചാർട്ട് നമ്പറൊക്കെ നോക്കുന്നത് ഫസ്റ്റ് ആക്സിയൽ കംപ്രഷൻ FY 250 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ചാർട്ടിൽ 415 ആണ് തന്നേക്കുന്നതെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാം. 500 ആണ് തന്നേക്കുന്നതെങ്കിൽ ഈ ചാർട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിപ്പം തന്നേക്കുന്ന ക്വസ്റ്റ്യൻ 415 ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന FY 415 ആണ്. അതുപോലെ നമ്മൾ എടുക്കേണ്ട ലോവർ സെക്ഷനാണ്. ഇത് ലോവർ സെക്ഷൻ, ഇത് അപ്പർ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലോവർ, ഇത് അപ്പർ. അപ്പോൾ ലോവർ സെക്ഷനിൽ നിന്നാണ് ഞാൻ വാല്യൂ എടുക്കുന്നത്. PU/AG ഉള്ളത് എൻ്റെ എന്തിലാണ്? ലോവർ സെക്ഷനിലാണ്. അപ്പോൾ PU/AG എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ 24, 25, 26 ഈ 3 ചാർട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് ഗ്രാഫിലോട്ട് പോവാം. ഇതിൽ PU/AG എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 12.5 ആണ്. 12.5. അപ്പോൾ ആ 12.5ഉം നമ്മുടെ ഗ്രേഡ് M25 ആണ്. അപ്പോൾ ഇത് രണ്ട് വാല്യൂസും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ 100 AS/AG കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ 12.5 ആണ് വാല്യൂ വന്നേക്കുന്നത്. ആ 12.5 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ, ഇത് ഞാനൊരു 12.5 ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം കറക്റ്റ് ഇവിടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ഇത് 12.5 എടുത്തു. ഞാൻ M25 കോയിൻസൈഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ് എനിക്ക് കോയിൻസൈഡ് ചെയ്യുന്നത്. കറക്റ്റ് ആ മുകളിലത്ത് ടച്ച് ചെയ്തിട്ടില്ല ഈ ഒരു പോയിന്റ്. അത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് 1 അല്ല എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതൊരു 0.95 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഒരു 0.95 അടുപ്പിച്ചിട്ടുള്ള എനിക്ക് വാല്യൂ ആണ് കിട്ടുന്ന ഗ്രാഫിൽ നിന്ന്. അപ്പോൾ 100 AS/AG എന്ന് പറയുന്നത് എനിക്ക് 0.95 എന്നാണ് കിട്ടിയത്. അപ്പോൾ P ആണ് എനിക്ക് 0.95% എന്ന് കിട്ടിയത്. ഈ Pയുടെ വാല്യൂ വെച്ചിട്ട് എനിക്ക് ASC കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ P എന്ന് പറയുന്നതാണ് ASC/BD × 100. നമ്മൾ നേരത്തെ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 0.95. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ P കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ASC ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ASC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ P × B × D ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. നമുക്ക് ASCയുടെ വാല്യൂ കിട്ടും. ASCയുടെ വാല്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2288. ഓക്കെ,
2288 mm² എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നേരത്തെ ചെയ്ത പോലെയാണ്. ആകെ കൂടി ഇത്രയും മാത്രമേ ഇതിലൊരു ചേഞ്ച് വരുന്നുള്ളൂ. എ എസ് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എ എസ് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു അസ്യൂം ചെയ്ത് കൊടുക്കുന്നു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി വെച്ച് കറക്റ്റ് നേരത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ആ കൂടെ SP16 യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ ഗ്രാഫിൽ നിന്ന് വാല്യൂ എടുക്കുക, പിയും എ എസ് സിയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള വ്യത്യാസം.